IPL-ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം നടക്കും. ഇന്ന് രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലാണ് മത്സരം. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ഇരു ടീമിനും ഈ വിജയം അനിവാര്യമാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം വരുന്നു. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. പറയൂ, മത്സരത്തിൻ്റെ പോരാട്ട വീര്യം എങ്ങനെയായിരിക്കും ഇന്ന്? ഗുഡ് മോർണിംഗ് SKN. IPL പ്ലേ ഓഫിനായി പോരാട്ടം കടക്കുകയാണ്. 10-ൽ 8 ടീമുകൾക്കും ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിനും ഇന്നലെ തോറ്റ പഞ്ചാബ് കിങ്സിനും മാത്രമാണ് ഇപ്പോൾ സാധ്യതകളില്ലാത്തത്. ഇരുവരും മാത്രമാണ് സാങ്കേതികമായി പുറത്തായിട്ടുള്ളത്. ബാക്കി 8 ടീമുകളും പ്ലേ ഓഫിലെ 4 സ്ഥാനങ്ങൾക്കായി പൊരുതുകയാണ്. ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് മത്സരം. ചെന്നൈ പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്തും ഗുജറാത്ത് ഏറ്റവും അവസാന സ്ഥാനത്തുമാണ് നിലവിലുള്ളത്. 8 പോയിന്റാണ് ഗുജറാത്തിനുള്ളത്. ഗുജറാത്തിന് ഇനിയുള്ള മത്സരങ്ങളിൽ ജയം അനിവാര്യമാണ്. ഒപ്പം തന്നെ ഇന്നത്തെ മത്സരം അവർക്കൊരു ഡു ഓർ ഡൈഡ് മാച്ച് തന്നെയാണ്. കാരണം ഇന്ന് തോറ്റാൽ അവരും പുറത്താകും. അങ്ങനെ IPL-ൽ ഈ സീസണിൽ പുറത്താവുന്ന 3ാമത്തെ ടീമായി ഒരുപക്ഷെ ഗുജറാത്ത് മാറിയേക്കാം. ചെന്നൈക്കും അവരുടെ കിരീടം നിലനിർത്താൻ ജയം അനിവാര്യമാണ്. ശേഷിക്കുന്ന 3 മത്സരങ്ങളിലും ജയിച്ചാൽ മാത്രമാണ് അവർക്കൊരു പോയിന്റ് ടേബിളിൽ ഒരു മുന്നിലേക്കൊക്കെ തന്നെ വരാൻ പറ്റുള്ളൂ. നിലവിൽ 4-ാം സ്ഥാനത്താണ് അവർ. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓൾറൗണ്ട് പ്രകടനത്തിലൂടെ ജയിച്ചു കയറാൻ സാധിച്ചത് അവർക്ക് വലിയ സന്തോഷം നൽകും. കാരണം തുടർ തോൽവികൾക്ക് ശേഷം കഴിഞ്ഞ മത്സരത്തിലാണ് അവർ അവരുടെ ബാറ്റിംഗ് യൂണിറ്റും ബൗളിംഗ് യൂണിറ്റും ഒക്കെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പോരാടിയത്. പ്രത്യേകിച്ച് രവീന്ദ്ര ജഡേജ ലോകകപ്പോട് അടുക്കുന്നതോടുകൂടി ഒരു മികച്ച ഫോമിലേക്ക് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വരുന്നത് ഇന്ത്യൻ ടീമിനും ആശ്വാസമാണ്. പ്രത്യേകിച്ച് പതിരാനയോ അതുപോലെ തന്നെ ബംഗ്ലാദേശ് ബൗളർ മുസ്തഫിസർ റഹ്മാനോ ഇല്ലാത്തതൊക്കെ തന്നെ ഒരു തിരിച്ചടിയാണ്. പക്ഷേ മറ്റ് ബൗളർമാർ ആ ഒരു കുറവ് നികത്തുന്നത് ഉള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഗുജറാത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ബാറ്റിങ്ങും ബൗളിംഗ് യൂണിറ്റും ഒട്ടും സ്ഥിരതയില്ലാത്തതാണ് അവരുടെ ഒരു പ്രശ്നം. പ്രത്യേകിച്ച് ബൗളിംഗ് യൂണിറ്റിൽ ഒരു മുഹമ്മദ് ഷമിയുടെ അഭാവം അത്രമേൽ നിഴലിക്കുന്നുണ്ട്. അവരുടെ മറ്റ് ബൗളർമാർക്ക് ഒന്നും തന്നെ അവരുടെ പ്രതിഭയ്ക്കൊത്ത പ്രകടനം അല്ലെങ്കിൽ പേരിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് റാഷിദ് ഖാനൊക്കെ തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ നിരാശപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഒരു ഡു ഓർ ഡൈ മാച്ചിൽ ഗുജറാത്ത് മിന്നിക്കയറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ചെന്നൈക്കും നിർണായക ജയം തന്നെയാണ് വേണ്ടത്. SKN. താങ്ക് യു അനിൽ വാസുദേവ്. സെൻട്രൽ സ്പോർട്സ് ഡെസ്കിൽ നിന്നാണ് അനിൽ വാസുദേവ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.